അപ്പോൾ ഇനി നമുക്ക് ചെയ്യാൻ പോകാനുള്ളത് ഞാൻ പറഞ്ഞുതരാം. സംഭവം ഞാൻ തന്നിട്ടുണ്ട്. ഇതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് ഈ സംഭവം ബി എന്ന്. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യാനുള്ളത്. അപ്പോൾ അറിയാമല്ലോ, ഇത് ഫിക്സ്ഡ് ബട്ട്, ഇത് ഫിക്സ്ഡ്, ഇവിടെ ഒരു യു ഡി എൽ, പിന്നെ ഇവിടെ ഒരു പോയിന്റ് ലോഡ് ഉണ്ട്, പിന്നെ ഒരു ട്രപ്പസോയിഡൽ അല്ലെങ്കിൽ എന്തോ പറയണ്ട, അത് അത്രയാണ് ഉള്ളത്. അപ്പോൾ ചെയ്യാൻ തുടങ്ങാം. നേരെ നമുക്ക് സ്റ്റാഡ് ഓപ്പൺ ആക്കാം, ന്യൂ പ്രോജക്റ്റ് കൊടുക്കാം, സപ്പോർട്ട് സ്പേസിൽ തന്നെ ബീം 345 എന്നാണ് ഞാൻ ഇടുന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് കൊടുക്കാം, ആഡ് ബീം. ഓക്കെ, അത് കൊടുത്ത ശേഷം സാധാരണ ചെയ്യുന്ന അതേപോലെ ഓരോരു നോട്ട്സ് ക്രിയേറ്റ് ആക്കണം. അപ്പോൾ നോട്ട്സ് ക്രിയേറ്റ് ആകുമ്പോൾ ഫസ്റ്റ് എത്തത് 0 3 3 + 2 5 5 + 1 6 6 + 5 11. അപ്പോൾ നമ്മളെ പോയിൻറ്റ്സ് റെഡിയായി. അതിന് നമ്മൾ നേരെ ഇതാക്കുക, ഫ്രണ്ട് ക്രിയേറ്റ് ആക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ലൈൻസ് കിട്ടി. അതിന് ശേഷം നമ്മൾ നേരെ ഓരോ ലൈൻസിലേക്ക് ഇത് ആഡ് ആയിക്കൊണ്ട് പോവാം. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റത്തെ ബേസ് കിട്ടിയ ശേഷം ഇനി നമ്മൾ നേരെ പോകേണ്ടത് ഡിസൈനിലേക്ക് പോവാം. ജനറലിലേക്ക് പോവാം. ജനറലിൽ പോയിട്ട് മെറ്റീരിയൽ സെലക്ട് ആക്കാം. മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇവിടെ കോൺക്രീറ്റ് ഉണ്ട്. ഇപ്പോൾ കോൺക്രീറ്റ് ടീച്ചർ അധികവും കോൺക്രീറ്റ് ആണ് അവിടെ തന്നിട്ടുള്ളത്. പക്ഷേ നമുക്ക് പുതിയത് ക്രിയേറ്റ് ആക്കിയിട്ട് M25 ഞാൻ ആഡ് ആക്കുന്നത്. M25 ആഡ് ആക്കിയ ശേഷം യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് ആഡ് ആക്കേണ്ടത് 25E6 എന്നാണ്. ഓക്കെ, 25E6. പോയിഷൻ റേഷ്യോ എന്ന് പറയുന്നത് 0.12 ആണ്. പിന്നെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 25 കൊടുത്താൽ കഴിയും. അപ്പോൾ അത്രയും കൊടുത്ത ശേഷം എന്താക്കാന്ന് വെച്ചെങ്കിൽ നമ്മൾ നേരെ ഓക്കെ കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ നേരെ ഓക്കെ കൊടുക്കാം. അതായി. അപ്പോൾ M25 വന്നിട്ടുണ്ട്. അതിന് അസൈൻ ടു വ്യൂ കൊടുക്കുക, അസൈൻ കൊടുക്കുക, എസ് കൊടുക്കുക. അപ്പോൾ നമുക്ക് എല്ലാം കിട്ടി. നമുക്കിപ്പോൾ ഇവിടെ നോട്ട്സിൻ്റെ പോയിൻറ്റ്സ് കാണുന്നില്ല. പോയിൻറ്റ്സ് കാണാത്തപ്പോൾ എന്താക്കുക, ലേബിൾസിൽ പോവുക, നോട്ട് പോയിൻറ്റ്സ് കണ്ട അത് ക്ലിക്ക് കൊടുത്തിട്ട് അപ്ലൈ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഇത് കിട്ടും. ഇപ്പോൾ നമ്മൾ ചെയ്ത ഇത് ഡിസ്റ്റൻസ് കറക്റ്റാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്താക്കാന്ന് വെച്ചാൽ ഡയറക്റ്റ് റൈറ്റ് ക്ലിക്ക് നിൽക്കിയ ശേഷം ഈ ഡിസ്റ്റൻസ് വേണ്ട, ഡൈമെൻഷൻസ് അത് ക്ലിക്ക് ആക്കുക, ഡിസ്പ്ലേ നോക്കിയ ശേഷം ഡിസ്പ്ലേ ആക്കി നമുക്ക് കിട്ടും. ഇവിടുന്നിടത്തേക്ക് 3 ഡിസ്റ്റൻസ്, ഇവിടുന്നിടത്തേക്ക് 2 ഡിസ്റ്റൻസ്, ഇവിടുന്നിടത്തേക്ക് 1 ഡിസ്റ്റൻസ്, ഇവിടുന്നിടത്തേക്ക് 5 ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ തന്നത് അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഓക്കെ, അത് റിമൂവ് ആക്കാം. നമുക്ക് ആ പോയിൻറ്റ്സ് ആവശ്യമില്ല. അപ്പോൾ അത് റിമൂവ് ആക്കുക, ക്ലോസ് എടുക്കുക. അപ്പോൾ അത് റെഡിയായി. അതിനുശേഷം നമുക്ക് ഇനി ചെയ്യാനുള്ളത് നേരെ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടീസിൽ സെറ്റാക്കി. പ്രോപ്പർട്ടീസിൽ നമ്മൾ ഫസ്റ്റ് ചെയ്തത് ജനറലി മെറ്റീരിയൽ സെലക്ട് ആക്കിയ ശേഷം പ്രോപ്പർട്ടീസിലേക്ക് പോകാനുള്ളതാണ്. പ്രോപ്പർട്ടീസിലേക്ക് പോവുക, നമുക്ക് കൊടുക്കാനുള്ളത് ഡിഫൈൻ ആക്കാം. ഓക്കെ, അത് റെക്റ്റാങ്കിളിൽ പോവുക, അതല്ലെങ്കിൽ 0.35 എന്നാണ്. 0.35 കൊടുക്കാം. ഇതിൻ്റെതെന്ന് പറയുമ്പോഴേക്ക് 0.20 ആണ് വൈൻ്റെത് വരുന്നത്, ZD വരുന്നത്. അത് രണ്ട് കൊടുത്ത ശേഷം ആഡ് കൊടുക്കുക, ക്ലോസ് ആക്കുക, അസൈൻ ടു വ്യൂ ആക്കുക, അസൈൻ ആക്കുക, എസ് കൊടുക്കുക. അപ്പോൾ നമുക്ക് അതും കിട്ടി. അതായ ശേഷം നമ്മൾ പ്രോപ്പർട്ടി കൊടുത്ത ശേഷം നേരെ സപ്പോർട്ടിലേക്ക് പോകേണ്ട. സപ്പോർട്ടിൽ നമ്മൾ കൊടുക്കേണ്ടത് എഡിറ്റിൽ ക്രിയേറ്റ് കൊടുക്കുക. ഫസ്റ്റ് ഫിക്സ്ഡ് ആണ്, ആഡ് കൊടുക്കുക, പിന്നെ ഒന്ന് ക്രിയേറ്റ് നോക്കുക, ഫിക്സ്ഡ് ബട്ട് അതിൽ FY ഒഴിച്ച് ബാക്കിയെല്ലാം ക്ലിക്ക് ആക്കിക്കൊണ്ട് പോവാം. MZ വരെ ആഡ് ആക്കുക. ഇനി നമുക്ക് സപ്പോർട്ട് കൊടുക്കേണ്ടടുത്തല്ലോ യൂസർ കഴ്സർ ടു അസൈൻ ആക്കിയിട്ട് അസൈൻ ആക്കുക. നമ്മൾ കൊടുക്കേണ്ടതല്ലോ എന്ന് നമുക്ക് ഫസ്റ്റ് നോക്കാം. അപ്പോൾ ഈടെ ഫിക്സ്ഡ് ബട്ടാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഈടെ ഒരു ഫിക്സ്ഡ് വേണം, പിന്നെ ഒന്ന് വേണ്ടത് ഈടെയാണ്. ഓക്കെ, അത് രണ്ടായി. അതിനുശേഷം സപ്പോർട്ട്സിൽ വരുമ്പോൾ മൂന്നാമത്തെ ഫിക്സ്ഡ് ബട്ട് നമ്മൾ കൊടുത്തത്. ഇത് രണ്ട് റോളറാണ്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കോ, ഇത് രണ്ട് റോളറായിട്ട് വന്നുകൊണ്ടാണ് നമ്മൾ അത് കൊടുത്തിട്ടുള്ളത്. ഇത് മറ്റേ സാധാ ഹിഞ്ചഡ് അങ്ങനത്തെ സംഭവമാണ്, അത് നിങ്ങൾക്കറിയാമല്ലോ. ഓക്കെ, അതാണ് നമ്മൾ ഇവിടെ കൊടുത്ത്. അത്രയും കൊടുത്ത ശേഷം സപ്പോർട്ടായ ശേഷം നമ്മൾ നേരെ എന്താക്കാമെന്ന് പറഞ്ഞെങ്കിൽ ലോഡ് കാൽക്കുലേഷനിലേക്ക് പോവുക. ലോഡ് ആൻഡ് ഡിഫ്ലക്ഷൻസിൽ പോവുക, ലോഡ് ഇതാക്കുക, അതിൽ ആഡ് നിൽക്കുക ശേഷം ഇവിടെ ലൈവ് ലോഡ് കൊടുക്കുക. അത് നമ്മളിവിടെ നേരെ ഏത് കൊടുക്കുക, ഫസ്റ്റ് ലൈവ് ലോഡാ ഡെഡ് ലോഡാണ് കൊടുക്കുന്നത്. ഓക്കെ, ഞാൻ ഫസ്റ്റ് ഡെഡ് ലോഡ് തന്നെ കൊടുക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഡെഡ് ലോഡ് കൊടുക്കുക, ആഡ് കൊടുക്കുക. അതേപോലെ നമ്മൾ ലൈവ് ലോഡ് കൊടുക്കണം, ലൈവ് ലോഡ് അതേപോലെ കൊടുക്കാം. ലൈവ് ലോഡ് കൊടുത്ത് ആഡ് നിൽക്കുക. അപ്പോൾ ഡെഡ് ലോഡായി, ലൈവ് ലോഡായി. ഡിഫൈൻ കോമ്പിനേഷനിൽ പോവുക, ഇവിടെ 1.5 കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ടും അപ്പുറത്തേക്ക് ഇടുക, ആഡ് നിൽക്കുക, ക്ലോസ് ആക്കാം. അപ്പോൾ നമ്മൾക്ക് ഇത്ര ചെയ്ത് റെഡിയായി. ഇനി നമുക്ക് ഈ ഓരോരു കൊടുക്കാണ്ട്, ഈ ഒരു വാല്യൂ കൊടുക്കാണ്ട്, ഈ ഒരു യൂണിഫോം ലോഡ് കൊടുക്കാണ്ട്, ഈ ഒരു പോയിന്റ് ലോഡ് കൊടുക്കാണ്ട്, ഈ ഒരു യൂണിഫോം ലോഡ് കൊടുക്കാണ്ട്. അപ്പോൾ അതെങ്ങനെ കൊടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ നേരെ ഡെഡ് ലോഡിൽ പോവുക, ഡെഡ് ലോഡിൽ ആഡ് നിൽക്കുക, അതിൻ്റെ സെൽഫ് വെയിറ്റിൽ അത് ആഡ് കൊടുക്കാം. ഓക്കെ, അത് ക്ലോസ് ആക്കാം. ഇനി നമ്മൾ ലൈവ് ലോഡിൽ പോവുക, ആഡ് കൊടുക്കുക. നമുക്ക് മെമ്പർ ലോഡിലേക്ക് പോവാം. മെമ്പർ ലോഡ് പോയിട്ട് യൂണിഫോം ഫോഴ്സ് ആണ്. യൂണിഫോം ഫോഴ്സ് രണ്ടെണ്ണം ഉണ്ട്. എവിടെയല്ലോ അല്ലെങ്കിൽ ഇവിടെ ഒരു 8 കിലോ ന്യൂട്ടൺ ഉണ്ട്, ഒരു 10 കിലോ ന്യൂട്ടൺ ഉണ്ട്. അപ്പോൾ എന്താക്കുക, -8 കൊടുക്കുക, ആഡ് കൊടുക്കുക. അതേപോലെ -10 കൊടുക്കാണ്ട് -10 കൊടുക്കുക,
ആഡ് കൊടുക്കുക. അപ്പോൾ 2 യൂണിഫോം ലോഡായി. ഇനിയുള്ളത് ട്രപ്പിസോയിഡിലാണ്. ട്രപ്പിസോയിഡിൽ അല്ലെങ്കിൽ നിങ്ങൾ ലീനിയർ വേ ആയിരിക്കും. ഞാൻ കൊടുക്കുക ട്രപ്പിസോയിഡിലാണ്. അപ്പോൾ നമുക്ക് ട്രപ്പിസോയിഡിൽ ഏതെല്ലാം വാല്യൂ നോക്കിയാൽ കഴിയും. അപ്പോൾ ട്രപ്പിസോയിഡിൽ നിന്ന് 10 കിലോ ന്യൂട്ടൺ ആണ് ഉള്ളത്. അപ്പോൾ എന്താക്കുക പോവുക, ഇതിൽ ഫസ്റ്റത്തേൽ -10 എഴുതുക, രണ്ടാമത്തേൽ 0 എഴുതുക, അത് ആഡ് കൊടുക്കുക. അപ്പോൾ ട്രപ്പിസോയിഡിലും ഇടായി. ഇനി നമുക്കുള്ളത് കോൺസെൻട്രേഷൻ ഫോഴ്സ് ആണ്. കോൺസെൻട്രേഷൻ ഫോഴ്സിൽ നമ്മൾ എന്താക്കണം എന്ന് പറഞ്ഞെങ്കിൽ -10 കൊടുക്കാം. അതിനുശേഷം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഇവിടെ D1 D2ൽ 0 കൊടുക്കേണ്ടതുണ്ട്. അതെന്തെങ്കിലും ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ആഡ് കൊടുക്കാം, ക്ലോസ് ആക്കാം. അപ്പോൾ നമുക്കിതെല്ലാം റെഡിയായി. ഇനി നമുക്ക് സേവ് ഉണ്ടെങ്കിൽ സേവ് കൊടുക്കാം, അതൊക്കെ. അതിനുശേഷം സെൽഫ് വെയിറ്റ് പോവുക. സെൽഫ് വെയിറ്റ് അസൈൻ ടു യൂസർ കഴ്സർ ടു അസൈൻ ആക്കുക, അസൈൻ കൊടുക്കുക, എല്ലാത്തിനും ഓരോന്ന് അസൈൻ ആയിക്കൊണ്ട് പോവുക. അതായി. ഇനി യൂണിഫോം ലോഡാണ്. യൂണിഫോം ലോഡ് അസൈനിങ് അത് നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത് ഈ സൈഡാണ് 8 കിലോ ന്യൂട്ടൺ ഉള്ളത്. അപ്പോൾ 8 കിലോ ന്യൂട്ടൻ്റെ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ അവിടെ 8 കിലോ ന്യൂട്ടൺ വിട്ട് ഇനി 10 കിലോ ന്യൂട്ടൺ എന്ന് പറയുന്നത് ഈ സൈഡിലേക്കാണ്. അപ്പോൾ ഇവിടുന്ന് എടുത്തേക്ക് 10 കിലോ ന്യൂട്ടനുമായി. ഇനിയുള്ളത് ട്രപ്പിസോയിഡിലാണ്. അത് വരുന്നത് ഈ സൈഡാണുള്ളത്. അപ്പോൾ അതും കൊടുത്ത് അതും കിട്ടി. ഇനിയിപ്പോൾ ഈ 10 കിലോ ന്യൂട്ടൺ കോൺസെൻട്രേഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞില്ല, ആ സെൻറ്റർ വരുന്നത്, അതിപ്പോൾ നമുക്ക് കൊടുക്കേണ്ട ഇടയെന്ന് വെച്ചെങ്കിൽ 8 കിലോ ന്യൂട്ടൻ്റെ ഈടായിട്ടാണ് വരേണ്ടത്. അതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ക്ലിക്ക് ആക്കിയാൽ ചിലപ്പോൾ വരില്ല, സെൻറ്ററിൽ നിൽക്കും അതിൻ്റെ. അത് കാരണം എന്ന് പറയുന്നത് നമ്മുടെ എക്സാക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതുകൊണ്ടാണ്. അപ്പോൾ എന്താക്കുക, അതിനൊന്ന് എഡിറ്റ് ആക്കിയിട്ട് 0 കൊടുക്കുക, ചേഞ്ച് കൊടുക്കുക, ക്ലോസ് ആക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ മാറിയിട്ട് വന്നു. ഓക്കെ, അപ്പോൾ നമ്മളിതെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ വാല്യൂസ് കാണാത്തതുകൊണ്ട് എന്താക്കുക, അല്ലെങ്കിൽ ലേബിൾസിൽ പോവുക, ലോഡ് വാല്യൂസ് എടുക്കുക, അപ്ലൈ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മളിതെല്ലാം വന്നിട്ടുണ്ട്. 10, 8 ഇത് എല്ലാം ഡൗൺ ഫോഴ്സ് ആയതുകൊണ്ട് നമ്മൾ കൊടുത്ത വാല്യൂസ് എല്ലാം വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നേരെ അനാലിസിസ് പ്രിൻറ്റിൽ പോവുക, ആഡ് കൊടുക്കുക, ക്ലോസ് ആക്കുക, ഡയറക്റ്റ് അനാലിസിസ് റൺ ആക്കുക, സേവ് കൊടുക്കുക. ഓക്കെ, ഒരു എററും ഇല്ല, എന്തും ഇല്ല. അപ്പോൾ സംഭവം സക്സസ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ പ്രോസ്പെക്റ്റിക്സിൽ പോവുക, ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്ത ശേഷം നമുക്ക് വേണ്ടത് കോമ്പിനേഷൻ ലോഡിൽ ഈ ബെൻഡിങ് ആണ്, ഡിഫ്ലക്ഷനാണ് വേണ്ടത്. അപ്പോൾ ഈ ഡിഫ്ലക്ഷനെ നമുക്ക് നോക്കാം. കോമ്പിനേഷൻ ലോഡിൽ ഡിഫ്ലക്ഷൻ ക്ലിക്ക് ആക്കുക, അത് നമുക്ക് നോക്കാം. കുറച്ചും കൂടി വലിക്കുക. അപ്പോൾ നമുക്ക് ആ സംഭവം കിട്ടി. ഓക്കെ, ഒരു മിനിറ്റ്. നമുക്ക് കിട്ടി. ഇപ്പോൾ ഇതിൻ്റെ വാല്യൂസ് കാണുന്നില്ല. അപ്പോൾ എന്താക്കാൻ, അല്ലെങ്കിൽ റിസൾട്ടിലേക്ക് പോവുക, വ്യൂ വാല്യൂസിലേക്ക് പോവുക. വ്യൂ വാല്യൂസിൽ ബീം ആൻഡ് റിസൾട്ടിലേക്ക് പോയ ശേഷം ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് മാക്സിമം റിസൾട്ട് അനോട്ടേറ്റ് ആക്കുക, ക്ലോസ് ആക്കുക. അപ്പോൾ നമുക്ക് ആ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് അനോട്ടേറ്റ് ആയിട്ട് കിട്ടും. അതേപോലെ കോമ്പിനേഷനിൽ മാത്രം. പിന്നെ ലൈവ് ലോഡിൽ പോവുക, ഇത് ഓഫ് ആക്കുക. നമുക്ക് വേണ്ടത് ബെൻഡിങ് മൂവ്മെൻറ്റ് Z ആണ്. ബെൻഡിങ് മൂവ്മെൻറ്റ് Z നോക്കുക, അത് ക്ലിക്ക് ആക്കുക. അതിൻ്റെ വാല്യൂസ് അറിയാൻ വേണ്ടിയിട്ട് നേരെ വ്യൂ വാല്യൂസ് പോവുക, ബീം റിസൾട്ട് അതിന് നേരെ മാറ്റുക. ബെൻഡിങ് മൂവ്മെൻ്റ് ആയതുകൊണ്ട് ബെൻഡിങ്ങിന് മാക്സിമം കൊടുക്കുക, അനോട്ടേറ്റ് കൊടുക്കുക, ക്ലോസ് ആക്കുക. അപ്പോൾ നമുക്ക് ആ മാക്സിമം അതും കിട്ടി ലൈവ് ലോഡിൽ. പിന്നെ ലൈവ് ലോഡിൽ വേണ്ടത് ഷിയർ ഫോഴ്സ് Y ആണ്. ഷിയർ ഫോഴ്സ് Y ആകുമ്പോൾ ഇത് മറ്റേ ഓഫ് ആക്കുക. ഷിയർ ഫോഴ്സ് നമ്മൾ ചെയ്യുക, റിസൾട്ടിലേക്ക് പോവുക, വ്യൂ വാല്യൂസിൽ നേരെ ഡിഫ്ലക്ഷൻസ് മാക്സിമം, ഇതല്ല ഷിയർ മാക്സിമം, അത് കൊടുക്കുക, അനോട്ടേറ്റ് ചെയ്യുക, ക്ലോസ് ആക്കുക. അപ്പോൾ നമുക്ക് ആ ഷിയർ ഫോഴ്സും കിട്ടി. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെല്ലാം ഫസ്റ്റത്തെ സെറ്റപ്പ് ആയി. ഇനി നമുക്ക് നേരെ അതിൽ മോഡലിലേക്ക് പോവുക, ഡിസൈനിലേക്ക് പോവുക. നമുക്ക് ഇനി ഡിസൈൻ ആക്കാനുള്ളതാണ്. കോൺക്രീറ്റിലേക്ക് മാറാം. കോൺക്രീറ്റിലേക്ക് മാറിയെങ്കിൽ ഇവിടെ നോക്കണം, IS 456 തന്നെ ആക്കണം. അതിനുശേഷം സെലക്ട് പാരാമീറ്റേഴ്സ് പോവുക, എല്ലാം ഇപ്പുറത്തേക്ക് ഇടുക. അതിൽ നമുക്ക് വേണ്ട FC വേണോ, FC മെയിനും വേണം, അത് രണ്ടും കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അതിന് ഡിഫൈൻ പാരാമീറ്റേഴ്സ് പോവുക. ഇതെന്ന് പറയുന്നത് 25,000 ആണ് നമ്മൾ കൊടുക്കേണ്ടത് വാല്യൂസ്. അപ്പോൾ 25,000 കൊടുക്കുക, ആഡ് കൊടുക്കുക. പിന്നെ അത് ഇവിടുത്തെ വേണ്ടത് 41,05,000 ആണ്. അപ്പോൾ 415000 കൊടുക്കുക, ആഡ് കൊടുക്കുക. അത് രണ്ടുമായി, ക്ലോസ് ആക്കാം. അപ്പോൾ നമുക്കിത് രണ്ടും ഒന്നായി. ഇനി കമാൻഡ്സിൽ പോവുക, ഡിസൈൻ ബീം ആഡ് ആക്കുക, ഡിസൈൻ കോളമും ആഡ് ആക്കുക, അതിന് ക്ലോസ് ആക്കുക. അത് നമുക്കിതെല്ലാം ഒന്ന് അസൈൻ ടു വ്യൂ ആക്കാം. ഓക്കെ, അസൈൻ ടു വ്യൂ എസ് കൊടുക്കുക, അസൈൻ ടു വ്യൂ അല്ല അസൈൻ ടു വ്യൂ ആണ് കൊടുക്കേണ്ടത്. ഡിസൈൻ ബീം അസൈൻ ടു വ്യൂ എസ് കൊടുക്കുക, ഇത് കൊടുക്കുക, അസൈൻ ടു വ്യൂ എസ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതെല്ലാം ചെയ്തിട്ടായി. അപ്പോൾ നമ്മളിതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് ഈ ഫോട്ടോ എടുക്കാൻ കഴിയുന്നില്ല, അവിടെ മിസ്സായിനാ തോന്നുമെങ്കിൽ ലോഡ്സ് നമ്മൾ ക്ലിക്ക് ആക്കി നമ്മൾ ലോഡ്സ് എല്ലാം കിട്ടും, അത് ഓഫാക്കുക. അതേപോലെ ഇത് നമുക്ക് ലോഡ് മെമ്പേഴ്സ് അത് ഇതെല്ലാം ആഡ് ആക്കണം, അങ്ങനത്തെ ഉണ്ട്. പിന്നെ ഇവിടെ ഡൈമെൻഷൻസ് ആണ് വരുന്നത്. ഇത് മൂന്നാണ് നമുക്ക് വയ്യ മിസ്സായെങ്കിൽ. ഇപ്പോൾ നമ്മൾ ചെയ്ത ശേഷം നമുക്ക് ലോഡ്സ് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നേരെ ലോഡ്സ് ക്ലിക്ക് ആക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ലോഡ്സ് കിട്ടും. ഇനി നമുക്ക് ഡിസൈൻ ചെയ്തതിന് ശേഷം അതിന് അനാലിസിസ് ചെയ്യുക. അനാലിസിസ് കൊടുക്കുമ്പോൾ ഓൾ കൊടുക്കുക, ആഡ് ആക്കുക, ഓക്കെ ഫിനിഷായി, ക്ലോസ് ആക്കുക. അനാലിസിൽ പോവുക, FI സേവ്. അപ്പോൾ ഒരു എററും ഇല്ല, ഒന്നുമില്ല, ഓക്കെ ക്ലീൻ ആണ്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു സൈഡത്തെ ബീം സെലക്ട് ആക്കുക. നമുക്ക് അതിൻ്റെ എല്ലാം കിട്ടി. ലോഡ്, ഷിയർ ബീമിങ്, ഡിഫ്ലക്ഷൻസ്, കോൺക്രീറ്റ് എല്ലാം കിട്ടിയിട്ടുണ്ട്. പ്രോപ്പർട്ടീസ്, ജോമെട്രിക്കൽ എല്ലാം കിട്ടി. അപ്പോൾ ക്ലോസ് ആക്കുക. ഇത്ര തന്നെയാണ് മറ്റേണ്ടത് ഈ സംഭവം. ഓക്കെ.